അസ്സലാമലൈക്കും. അപ്പോൾ നോമ്പൊക്കെ ആയി മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. എന്നാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനി ഒതുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ ഒതുക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞു വ്ളോഗ് ഒന്ന് കാണും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പുറത്തുള്ള വ്യൂ കേട്ടോ, നൈറ്റ്. ഇതാണ് വീട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചതാണ് കേട്ടോ. എനിക്ക് അറിയാലോ, എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം എനിക്ക് ചെടിപ്രാന്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെടികളൊക്കെ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ലാമിയും മിത്തൂസും ഭയങ്കര അടി കേട്ടോ. അവൾ പിന്ന് ഓപ്പൺ ചെയ്തിട്ട് അവളെ കുത്തുകയാണ് അത്ര, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് മോന് കിടക്കുന്ന റൂമാട്ടോ. കർട്ടൻ ഇട്ടിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം വെളിച്ചം വരാതിരിക്കാൻ എന്തൊക്കെയോ തുണിയൊക്കെ വിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സിതു വരുമ്പോൾ സിതുവും അവന് രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിട്ട് കിടക്കുക. അടിപിടി കൊണ്ട് ഈ ബെഡ് തന്നെ കിടക്കുക. ഇത് വെറുതെ ഒരു കുഞ്ഞു ബെഡ്, മോനു കുട്ടിയായ സമയത്ത് വാങ്ങിയ ചെറു കുഞ്ഞു ബെഡാണ് കേട്ടത്. പിന്നെ മുതിർന്നപ്പോൾ ഇങ്ങോട്ടായി. പിന്നെ അവൻ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ചെയ്തും ഉണ്ടാവും കേട്ടോ. പിന്നെ കർട്ടനൊന്നും ഇട്ടിട്ടില്ല, കുറേ പണികൾ ഇനി കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഹോള് പോലുമില്ല കർട്ടൻ. അപ്പോൾ തൽക്കാലം ഓരോ തുണിയൊക്കെ വിരിച്ചിരിക്കുകയാണ്, ഇത് വെളിച്ചം തട്ടാതിരിക്കാൻ കേട്ടോ. ഒക്കെ ഇനി ഒഴിവാക്കി കർട്ടനൊക്കെ വിരിച്ചിട്ട് ഞാൻ പിന്നെ വീഡിയോ ഇടാം. ഇവിടെ പിന്നെ മെഷീനാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വണ്ടികൾ ഇങ്ങനെ ഇടക്കിടക്ക് വണ്ടികൾ കാണും കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഇതാ ഒരു വണ്ടി ഇവിടെ, ഇതാ ഒരു വണ്ടി ഇവിടെ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ സോഫയും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെയും കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ. കർട്ടനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയതില്ല. ഇവർ ഹോളില്ലാത്ത കാരണം അതിനി ഇവർക്ക് ആർക്കെങ്കിലും ഫ്രീ ഉള്ള സമയത്ത് അൻവർക്ക് ഫ്രീ ആവണം, എന്നാലേ ഡ്രില്ലൊക്കെ കൊണ്ടുവന്ന് ഹോളൊക്കെ ആക്കി കർട്ടനൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം വെളിച്ചം വരാതിരിക്കാനുള്ള തുണിയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അകത്ത്. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് കർട്ടനില്ലാതെ പിന്നെ എന്താ പറയുക, ജനൽ കാണാനേ വയ്യ കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു തുണിയൊക്കെ കൂടി വിരിച്ചോടും, ഇങ്ങനെ കാണാനേ വയ്യ. കാരണം വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അകത്ത്. എന്തെങ്കിലും ഒരു തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇതാ ടി വി ഫിറ്റ് ചെയ്തിട്ടില്ല, കർട്ടൻ ഫിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ടി വി ഫിറ്റ് ചെയ്തിട്ടില്ല, കർട്ടൻ ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കർട്ടൻ ഫിറ്റ് ചെയ്യാൻ ഏതായാലും ഡ്രില്ലൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ വരണം. അപ്പോൾ ആ സമയത്ത് പിന്നെ ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഒരു പഴയ ആളുകൾ വെച്ച ടി വിൻ്റെ. പക്ഷെ നമ്മുടേതിന് അത് പറ്റുന്നില്ല. അപ്പോൾ അത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ എന്തൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളും ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് വേണം ടി വി അവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് സൗകര്യം പോലെ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ മൊബൈലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടി വി അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇത് അവളെ വീടും ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവളെ കളിക്കുന്ന എല്ലാ സാധനമൊന്നും പുറത്തിറക്കിയിട്ടില്ല, എന്നാൽ പിന്നെ വീട് ആകെ അലങ്കോലമായിരിക്കും. ഇത് മാത്രം അവളൊരു സമാധാനത്തിന് ഇതിവിടെ ഇറക്കി വെച്ചതാട്ടോ. പരത്തി കഴിഞ്ഞാൽ മൊത്തം കൊണ്ടുവന്ന് വാരി വലിച്ചിടും. അങ്ങനെ ഇവിടെ ഇങ്ങനെ. പിന്നെ ഡൈനിങ് ടേബിൾ ഇവിടെയാണ്. എവിടെയാണ് ഈ ഒരു കസേര ഇവിടെ ഒന്ന്. പിന്നെ ഇവിടെ 2 സ്റ്റൂൾ വെച്ചിട്ടുണ്ട് ഇവിടെ, കാരണം ചാർജ് ചെയ്യാനൊക്കെ ഇവിടെ ഇതുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ ചെടിപ്രാന്ത് കാരണം ഇവിടെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഒരു ചെടിച്ചട്ടി ഉണ്ട് കണ്ടോ. ഇവിടെ കളിക്കുന്ന സാധനങ്ങൾ ഓരോന്ന് ഇങ്ങനെ കിടക്കണുണ്ടോ, ഇതുണ്ടാവും ഇവിടെ എല്ലായിടത്തും ഉണ്ടാവും. ഞാൻ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കണമല്ലോ. ഇങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ മിത്തൂസിൻ്റെ റൂമാണ്. അത് അവൾ അലമാര വീട്ടിലായ കാരണം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ നമ്മുടെ റൂമാണ്. പിന്നെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. ഈ കർട്ടൻ വെക്കാതെ ഇരുന്നാൽ തന്നെ വൃത്തികേടാണ്. അപ്പോൾ ഞാൻ വല്ലാതെ കാണിക്കുന്നില്ല, എല്ലാം സെറ്റാക്കിയിട്ട് കാണിക്കാം കേട്ടോ ഈ റൂമിൻ്റെ. പിന്നെ ഇപ്പോൾ മിത്തൂസിൻ്റെ റൂം ഒട്ടും കാണിക്കണില്ല, കാരണം അവളൊന്നും ഒതുക്കി വെച്ചിട്ടില്ല, മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ളത്, നോമ്പല്ലേ, അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ കിച്ചന് ഇതാണ്. ഇവിടെയും അത്യാവശ്യം വർക്കുകളൊക്കെ തീർത്തു തന്നെ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇത് പിന്നെ നമ്മുടെ ഒരു
ഇതൊരു ബോട്ടിലാണ് കേട്ടോ, കണ്ടോ, ഐ ലവ് യു എന്നൊക്കെ എഴുതിയേക്കോ, അങ്ങനെയുള്ളൊരു സാധനം. അപ്പോൾ അതിങ്ങനെ വെക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഓരോ ചെടികളും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. എത്ര നമ്മൾ എടുത്ത് വെച്ചാലും അവിടെ എന്തെങ്കിലും ഒന്ന് കൊടുന്ന് പരത്തുവർ. പിന്നെ അത് ലാമിൻ്റെ വാട്ടർ ബോട്ടിൽ അവിടെ വെക്കണതാണ് എപ്പോഴും അവൾക്ക് വെള്ളം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇൻഷാ അള്ളാ കർട്ടനൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവളെൻ്റെ പിന്നാലെ ഇങ്ങനെ വണ്ടിയും കൊണ്ടുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ ഇവിടെ സ്റ്റോർ റൂമാണ്, കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇനി ഒരുപാട് സാധനങ്ങൾ ഒതുക്കാനുണ്ട്. അതൊക്കെ ഇങ്ങനെ ചാക്കിൽ കെട്ടി, ഒന്നും കാണിക്കണില്ല ഞാൻ താഴത്തേക്ക് വന്നു. ഇതൊക്കെ ഇങ്ങനെ ചാക്കിൽ വെച്ചിരിക്കുകയാണ്, അതൊന്നും ഒതുക്കി വെച്ചിട്ടില്ല. ഫ്രീ അല്ല ഒന്നാമത്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള അത്യാവശ്യമുള്ളതൊക്കെ അങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, എൻ്റെ കുട്ടി ഒരു മണിക്കൂറായി പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം, പക്ഷെ നടക്കണില്ല. കുറേ മെനക്കെട്ടു, പക്ഷെ ഇതെങ്ങനെയാണ് ഇത് തുറക്കുക എന്നൊരു ഇല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. കുറേ കുലുക്കി നോക്കി, കുറേ വലിച്ചു നോക്കി, എത്ര നേരമായി മെനക്കെടണമെന്ന് പറയും, പക്ഷെ ഇത് തുറക്കാൻ കിട്ടണില്ല മക്കളെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പഠിക്കുകയാണ് കുട്ടി. പിന്നെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. പിന്നെ എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. ഓപ്പൺ ചെയ്യാൻ പഠിച്ചോ? പിന്നെ ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടെയാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡെയിലി യൂസിങ്ങിനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ സംഭവം. ഇവിടെ മല്ലിമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മസാലപ്പൊടികളൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. ഫുള്ളൊന്നും കാണിക്കുന്നില്ല, ഒക്കെ ഇൻഷാ അള്ളാ പിന്നെ കാണിക്കാം. ഇവിടെ വാഷിംഗ് മെഷീൻ ഈ സൈഡിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ, പിന്നെ പുറത്തേക്കുള്ള വഴിയാണ്. അപ്പോൾ ഫുള്ള് ഞാൻ ഇൻഷാ അള്ളാ പിന്നെ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഓക്കെ. ഇനി ഒരുപാട് സാധനങ്ങൾ ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ ഇൻഷാ അള്ളാ. ഇപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ആരും കാണാതിരിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.